നിങ്ങൾ രണ്ടുപേരും മൈക്ക് കയ്യിലെടുക്കാം. വിവാഹ വാർഷികം 34ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ എന്റെ ചേച്ചിക്ക് സൗഹൃദ സംഗീത കൂട്ടായ്മയുടെയും പ്രിയ ഗായകരുടെയും ആശംസകൾ. ചോദ്യം ചോദിക്കാം, ഏത് വർഷമാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത്? ആദ്യം രാധാകൃഷ്ണൻ ചേട്ടൻ. 1992 March 25ലാണ്. അന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ പട്ടാളത്തിലായിരുന്നു. അത് എങ്ങനെയാണോ? പട്ടാളത്തിലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ 92 ഫെബ്രുവരിയിൽ എൻ്റെ സഹോദരയുടെ മകളുടെ വിവാഹത്തിന് വന്നതായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു ആലോചന വന്നത്. പെണ്ണ് കാണാൻ വേണ്ടി ഒരു സാഹചര്യം കിട്ടി, പോയി കണ്ടു. പെട്ടെന്ന് പരസ്പരം ഇഷ്ടപ്പെട്ടു. അവധി എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായിരുന്നു. പിന്നെ 41 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് 20 ദിവസമേ ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ ശേഷം 20 ദിവസമേ ഒരുമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കി ദിവസം കല്യാണത്തിനുള്ള അറേഞ്ച്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലും പോയി. അപ്പം പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ഡ്യൂറേഷൻ തന്നെ വിവാഹം കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. എന്തായിരുന്നാലും ആദ്യത്തെ പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു. ആദ്യത്തെ അല്ല, ഇത് 4ാമത്തെയാണ്. അതെന്താണ് ഈ ബിന്ദു ചേച്ചിയെ ഇഷ്ടപ്പെടാൻ കാരണം? കാരണം 4ാമത്തെ 5ാമത്തെ ആയിട്ട് ഈ ബിന്ദു ചേച്ചിയെ ഇഷ്ടപ്പെടാൻ കാരണം അത് ഈ പറയും പോലെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെയാണ്. എന്തായാലും മറ്റുള്ളവരെ ജന്മാന്തര ബന്ധം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാണുമായിരിക്കാം. അപ്പോൾ മറ്റുള്ളവരെ കണ്ടതിനേക്കാൾ ഒരു പ്രത്യേകത തോന്നി. സാക്ഷിയായിട്ട് ഇവിടെ ചേച്ചി ഇരിപ്പുണ്ട്, പ്രസന്ന ചേച്ചി. അതാണ് സാക്ഷി എന്ന് കൊണ്ടുവന്നത്. അങ്ങനെ പെണ്ണ് കണ്ടിട്ട് പോയപ്പോൾ പ്രസന്ന ചേച്ചി പറഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടു, നല്ല പയ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു പ്രത്യേകത തോന്നി. അപ്പൊ ബിന്ദു ചേച്ചിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നോ? അതേ രാധാകൃഷ്ണന് മാത്രമേ ഇഷ്ടപ്പെട്ടോ? അല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിന് പിന്നെ ഒരു കാര്യം പറയാം. പക്ഷെ അത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചേട്ടന് വേണ്ടി. അതാണ് സംഭവം. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ മുതൽ വന്ന് കണ്ടു, എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി, ഒരു ഇഷ്ടം തോന്നി, ഒരുപാട് ഇഷ്ടം തോന്നി. അങ്ങനെ എന്തായിരുന്നാലും 34 വർഷങ്ങൾ 34 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ 2 കുട്ടികളാണല്ലേ? 2 പേര്, 2 മക്കളാണ്. 2 മക്കളും നല്ല പാട്ട് പാടും. 2 പേരും നല്ല പാടും. അവര് മോഡൽസ് ആണ് അല്ലേ? മോഡൽസ് ആണ്, നല്ല പാട്ട് പാടുന്നുണ്ട് അല്ലേ? ഈ രാധാകൃഷ്ണൻ ചേട്ടൻ പാടുമ്പോഴേ ഏത് ഹിന്ദി പാട്ട് പാടുന്നതാണോ മലയാളം പാട്ട് പാടുന്നതാണോ ബിന്ദു ചേച്ചി കൂടുതൽ? എനിക്ക് ഹിന്ദിയാണ് ഇഷ്ടം. ചേട്ടൻ പാടുന്നതിൽ ഹിന്ദി പാട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതാണ് രാധാകൃഷ്ണൻ ചേട്ടൻ മലയാളം പാട്ട് പാടുമ്പോൾ ഇവിടെ കുനിഞ്ഞിരിക്കുന്നത്. അതല്ല, ഹിന്ദി പാട്ട് പാടുന്നതിന് ഇഷ്ടം. എല്ലാ പാട്ടും ഇഷ്ടമാണ്. അപ്പൊ എന്തായിരുന്നാലും 34ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾക്ക് ഇന്ന് സൗഹൃദ സംഗീതം ഒരു ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. രജീഷ് ഒന്ന് അകത്ത് കയറിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ആ മേശയുടെ അടിയിലിരിക്കുന്ന ആ ഒരു കേക്ക് നൈഫും ഉണ്ട്, അതൊന്ന് തിരിച്ചു വെച്ചു. നൈഫില്ലേ? അത് അവരുടെ കട്ട് ചെയ്യാൻ അവരെ കൊടുത്തിട്ട് രജീഷ് കട്ട് ചെയ്യണ്ട, അവരെ കൊടുത്തിട്ടില്ല.
അപ്പോൾ ഒരാളെ സാക്ഷി കൊണ്ടുവന്നല്ല, പ്രസന്റ് ചേച്ചിക്ക് അകത്തോട്ട് ചെല്ലാൻ പറ്റുമോ? സ്റ്റേജിലോട്ട് കയറി ഒരു കേക്ക്. ആ, രജീഷ ഒന്ന് പിടിച്ച് കയറ്റി. ഹോൾഡൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാം. തിരിച്ച് ഹോൾഡൊക്കെ ഇന്ന് 34ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടനും ബിന്ദു ചേച്ചിക്കും നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. നമുക്ക് എഴുതിയിട്ട് സൗഹൃദ സംഗീതത്തിൻ്റെ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. എന്തായിരുന്നാലും ആ സൗഹൃദ സംഗീതത്തെക്കുറിച്ച് രണ്ടുപേർക്കും പറയാനുള്ള വാക്കുകൾ ചുരുങ്ങിയ വാക്കുകളാണ് പറഞ്ഞു. സൗഹൃദ സംഗീതത്തിൽ ഇത്രയും നല്ല ഒരു സന്തോഷകരമായ ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. വളരെ സന്തോഷം. ബർത്ത്ഡേ ആയാലും വെഡിങ് ഡേ ആയിരുന്നാലും ഇതുപോലെ ആഘോഷിക്കുകയും ഒത്തുകൂടി ഇതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്തും പാട്ടും പാടിയൊക്കെ സന്തോഷിക്കാനുള്ള അവസരം ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സൗഹൃദ സംഗീതം നമുക്ക് ഇത്രയും നല്ലൊരു രീതിയിലൊരു കേക്ക് മുറിക്കാനും സന്തോഷം പകരാനും ഒക്കെ സന്ദർഭം ഒരുക്കിയതിന് വളരെ വളരെ നന്ദി. ദിവസമാണ് ഞങ്ങൾക്ക് വളരെ വളരെ നന്ദി. ഈശ്വരന് നന്ദി പറയുന്നു.